തലസ്ഥാനത്ത് ഇപ്പോഴും ഇടിമുറികളുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കാര്യവട്ടം ക്യാമ്പസിലെ വാർത്ത. കാര്യവട്ടം ക്യാമ്പസിൽ KSU SFI പോര്. KSU നേതാവിന് SFIക്കാരുടെ മർദ്ദനമേറ്റു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചാണ് KSUക്കാർ പ്രതിഷേധിച്ചത്. തിരുവനന്തപുരം ശ്രീകാര്യം പോലീസ് സ്റ്റേഷനാണ് MLAമാരായ ചാണ്ടിയുമ്മൻ, M. വിൻസെന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചത്. KSU തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സാൻജോസിനെ മർദ്ദിച്ച SFI നേതാക്കൾക്കെതിരെ കേസ് എടുത്തില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. ഇന്നലെ രാത്രി 9:30 കാര്യവട്ടം ക്യാമ്പസ് കേന്ദ്രീകരിച്ച് നടത്തിയ സംഘർഷം ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് അവസാനിച്ചത്. കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്നും കേസെടുക്കണമെന്നും KSU ആവശ്യപ്പെട്ടിരുന്നു. KSU നേതാവിന് SFIക്കാരുടെ മർദ്ദനമേറ്റതാണ് പോലീസ് സ്റ്റേഷനു മുന്നിലെ സംഘർഷാവസ്ഥ വരെ കൊണ്ടെത്തിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്നലെ അർദ്ധരാത്രി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചാണ് KSUക്കാർ പ്രതിഷേധിച്ചത്. തിരുവനന്തപുരം ശ്രീകാര്യം പോലീസ് സ്റ്റേഷനാണ് MLAമാരായ ചാണ്ടിയുമ്മൻ, M. വിൻസെന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചത്. KSU തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സാൻജോസിനെ മർദ്ദിച്ച SFI നേതാക്കൾക്കെതിരെ കേസെടുത്തില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. എന്നാൽ ചാണ്ടിയുമ്മൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ടിട്ടും പ്രശ്നം അവസാനിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഏറെ സംഘർഷത്തിനൊടുവിൽ ശ്രീകാര്യം പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഒന്ന്, സാൻജോസിന്റെ പരാതിയിൽ SFI നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. ഒറ്റപ്പാലം മുൻ MLAയായ അജയ്കുമാറിന്റെ മകനും മുൻ സെനറ്റ് അംഗവുമായ അജന്ത് അജയ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് FIR. അതോടൊപ്പം SFI നേതാക്കളുടെ പരാതിയിലും കേസെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ സംഘർഷത്തിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ കല്ലേറുണ്ടായിരുന്നു. കല്ലെറിഞ്ഞത് KSU ആണെന്ന് ആരോപിച്ച് കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 3 കേസുകളാണ് പോലീസ് എടുത്തിരിക്കുന്നത്. അതേസമയം ഒരു തവണ പോലും SFI നേതാക്കളെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായില്ല എന്ന് KSU ആരോപിച്ചു. കൂടാതെ മണിക്കൂറുകളോളം KSU പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചിട്ടും പോലീസ് സാന്നിധ്യത്തിൽ ആക്രമണം നടന്നിട്ടും യാതൊരു നടപടിയും എടുത്തില്ലെന്നും KSU ആരോപിച്ചു. പ്രതിഷേധത്തിനിടെ M. വിൻസെന്റ് MLAയും പോലീസും തമ്മിൽ ഉന്തും തള്ളും വരെ നടന്ന സാഹചര്യമുണ്ടായി. കൂടാതെ കാറിൽ വന്നിറങ്ങിയ തന്നെ SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തുവെന്ന് വിൻസെന്റ് MLA പറയുകയുണ്ടായി. പോലീസിന് മുന്നിൽ വെച്ച് ആക്രമിച്ചിട്ടും നടപടി എടുത്തില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. അവരാണ് ഇവിടെ എല്ലാ സംഘർഷവും ഉണ്ടാക്കിയത്. എന്നിട്ട് MLAമാരെ ആക്രമിച്ചിട്ട് പോലീസ് കാണുന്നില്ലെന്നാണോ? തീർച്ചയായും ആ പോലീസ് അവർ അറസ്റ്റ് ചെയ്യണ്ടേ? ആരാണ് ആക്രമിച്ചത്? അറസ്റ്റ് ചെയ്തു. പരാതിയിൽ മറ്റൊന്നാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന സംഭവത്തിൽ പോലീസിന് പരാതി ചാണ്ടിയുമ്മൻ MLAയും സ്ഥലത്തെത്തിയിരുന്നു. സാൻജോസിനെ മർദ്ദിച്ചതിൽ കേസെടുത്ത് SFI നേതാക്കളെ അറസ്റ്റ് ചെയ്യണം എന്നതായിരുന്നു ആവശ്യം. KSUവിൻ്റേത് തട്ടിപ്പ് സമരം എന്നാരോപിച്ചാണ് SFI പ്രവർത്തകരും സംഘടിച്ചെത്തിയത്. ഇതോടെ ഇരുപക്ഷവും സ്റ്റേഷന് മുന്നിൽ പരസ്പരം പോർവിളി തുടങ്ങി. ഇതിനിടെ M. വിൻസെന്റ് MLAയും ചെമ്പഴന്തി അനിലും സ്ഥലത്തെത്തി. കാറിൽ നിന്നിറങ്ങിയ വിൻസെന്റിനെ പോലീസിന് മുന്നിൽ വെച്ച് SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതോടെയാണ് സ്ഥിതി വഷളായത്. സംഘർഷം കൈവിട്ടു പോകുമെന്ന് കണ്ടതോടെ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറും ക്രൈം ഡിറ്റാച്ച്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറും സ്ഥലത്തെത്തുകയായിരുന്നു. സാൻജോസിനെയും MLAയെയും മർദ്ദിച്ചവർക്കെതിരെ കേസെടുക്കണമെന്ന് ഉദ്യോഗസ്ഥരുടെ ഉറപ്പിൽ രാത്രി 2 മണിയോടെയാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 2:30യോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചതായി പ്രതിഷേധക്കാർ അറിയിച്ചത്. KSU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥിയുമായ സാൻജോസിനാണ് മർദ്ദനമേറ്റത്. SFI നേതാവും സെനറ്റ് അംഗവുമായ അജന്ത് അജയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചുവെന്നാണ് പരാതി. ചൊവ്വാഴ്ച രാത്രി ക്യാമ്പസിൽ വന്ന സാൻജോസിനെ ഒരു സംഘം ഹോസ്റ്റലിലെ ഇടിമുറിയിൽ കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളാണ് വിവരം പോലീസിൽ അറിയിച്ചത്. പോലീസ് എത്തിയതിനു ശേഷമാണ് സാൻജോസിനെ ആശുപത്രിയിൽ എത്തിച്ചത്. നിലവിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് KSU നേതാവ്.